വീടെടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാവരോടും പറയുന്നതാണ്, വീടെടുക്കാൻ ആദ്യം നമ്മൾ സ്ഥലം ശരിയാക്കി കഴിഞ്ഞാൽ, സ്ഥലത്തിൻ്റെ പേപ്പറൊക്കെ റെഡിയാണോ എന്ന് നോക്കി നമ്മളൊരു സ്ഥലം വാങ്ങി, അല്ലെങ്കിൽ നമ്മൾ കൈമാറി വന്ന സ്വത്താണെങ്കിൽ അതിൻ്റെ പേപ്പേഴ്സൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ, പ്ലാൻ ഓക്കെ ആയി കഴിഞ്ഞാൽ, അതായത് ഫൈനൽ പ്ലാൻ ആയി കഴിഞ്ഞാൽ നമ്മളതിന് പെർമിറ്റ് എടുക്കുക എന്നുള്ള പറയുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ പെർമിറ്റ് എടുത്തതിൻ്റെ ശേഷമാണ് നമ്മൾ വീട് പണി തുടങ്ങേണ്ടത്. ഇപ്പോൾ പഞ്ചായത്തുകളാണെങ്കിൽ തറ വരെ നമുക്ക് ചെയ്യാൻ പറ്റും, തറൻ്റെ മേലെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ റെഗുലേഷനൊക്കെ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ പ്രശ്നം അതല്ല, നമ്മൾ പല ആളുകളും തറയിൽ തന്നെ നിന്ന് പോകുന്ന വീടുകളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ വിളിച്ചു, അപ്പോൾ അവർക്ക് വീടിന് എന്തെങ്കിലും തടസ്സമുണ്ടോ, വീട് തറ ചെയ്തിട്ട് പെർമിറ്റിന് കൊടുത്തിട്ട് എത്രയായിട്ടും കിട്ടുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. നമ്മൾ പറയുന്നത് വെച്ചാൽ പെർമിറ്റിന് കൊടുത്ത് കിട്ടാത്തതൊന്നും ഒരു തടസ്സമല്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു KBR ചട്ടമുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ 2008 വരെ നമ്മൾ അങ്ങനെ പഞ്ചായത്ത് കൊടുക്കാറില്ലായിരുന്നു. പിന്നീട് കംപ്ലീഷൻ ആയതിൻ്റെ ശേഷമായിരുന്നു ചില പഞ്ചായത്തുകളൊക്കെ ഗ്രേഡഡ് പഞ്ചായത്തിൽ വാങ്ങിയിരുന്നത്. പിന്നീട് നമ്മൾ 2008 മുതൽ നമ്മൾ പഞ്ചായത്തിലേക്ക് പ്ലാൻ കൊടുത്തുകൊണ്ട് പ്ലാൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സങ്കേതം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വഴിയായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഏപ്രിൽ മുതൽ നമ്മൾ K-സ്മാർട്ട് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് മാറി. അപ്പോൾ ഏത് സംവിധാനത്തിലാണ് നമ്മൾ പ്ലാൻ കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഒരു ചട്ടമുണ്ട്. കേരള മുനിസിപ്പൽ അല്ലെങ്കിൽ പഞ്ചായത്ത് ആക്ട് പ്രകാരം വീട് ചെയ്യേണ്ട ഓരോ വീടിനും വിടേണ്ട ഓഫ് സെറ്റുകളും, അതായത് ഓരോ സൈഡിൽ നിന്ന് വിടേണ്ടത്, പിന്നെ ഏതൊക്കെ സ്ഥലത്ത് നമുക്ക് വീട് എടുക്കാൻ പറ്റും. ഇപ്പം അതിന് CRZ നിയമമുണ്ട്, അതായത് നദീതല സംരക്ഷണ നിയമമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു വെറ്റ് ലാൻഡ് നിയമമുണ്ട്, അതായത് തരം മാറ്റേണ്ടതുണ്ടാവും. വെറ്റ് ലാൻഡ് 1200 സ്ക്വയർ ഫീറ്റിൻ്റെ മേലെ ഡാറ്റാ ബാങ്കിൽ പെടാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് തരം മാറ്റി കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് വിടാം. പക്ഷേ ഇതൊന്നും ചെയ്യാതെ നമ്മളെ സ്ഥലത്ത് നേരെ പോയി ഒരു തറട്ട് എല്ലാ ചട്ടങ്ങളും വയലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പെർമിറ്റിന് കൊടുത്താൽ നമുക്കത് കിട്ടില്ല. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ എനിക്കത് കിട്ടിയില്ല, ഇത് തടസ്സമാണോ, ഇത് കിട്ടിയില്ല, അത് തടസ്സമാണോ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് എനിക്ക് കൊണ്ടോട്ടി പോയാൽ എൻ്റെ കാര്യം നടക്കുള്ളൂ. ഞാൻ കൊണ്ടോട്ടി എത്തണ്ടേ? പറമ്പിൽ പീടി നിന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കാര്യം നടന്നില്ല എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പോൾ എനിക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പം ഈ വിളിച്ച ആളോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അയാൾക്ക് കുറേ വയലേഷൻ ഉണ്ട്. തരം മാറ്റണമെന്നുണ്ട്, പിന്നെ അത് CRZൻ്റെ വയലേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ചെയ്തില്ല. അല്ല, അതൊക്കെ അന്ന് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളെ പഞ്ചായത്തല്ലേ മറ്റല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതല്ല, നമ്മൾ ഏത് കാര്യം എന്താണോ നിയമം അനുശാസിക്കുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ സ്ഥലമല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സർക്കാരിൻ്റെ നിയമങ്ങളുണ്ട്, ആ നിയമം പാലിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.